നമസ്കാരം. ഷെയർ മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിപണിയിൽ ഇന്ന് വളരെ മികച്ചൊരു കുതിപ്പാണ് നാം കണ്ടത്. സെൻസെക്സ് 77,300 കടന്നതും സൺഫാർമയുടെ $1.175 ബില്യൺ വമ്പൻ ഏറ്റെടുക്കൽ, അൾട്രാടെക് സിമന്റ് പ്രഖ്യാപിച്ച റെക്കോർഡ് 2400% ഡിവിഡന്റ്, ഇന്ത്യ ന്യൂസിലൻഡ് വ്യാപാര കരാർ, ഒപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെക്കുറിച്ച് ധനമന്ത്രി നൽകിയ വമ്പൻ മുന്നറിയിപ്പ് തുടങ്ങി നിങ്ങളുടെ നിക്ഷേപങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് ഒരു ചെറിയ കാര്യം. വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കുന്നതിനു മുൻപായി നിങ്ങൾക്കൊരു ചെറിയ ചോദ്യം. രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ ശക്തമാക്കുന്നതിനായി ഇന്ന് ഇന്ത്യ ഒരു സുപ്രധാന FTA കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ട്. എന്താണ് ഈ FTA എന്നതിന്റെ പൂർണ്ണരൂപം? ഓപ്ഷൻ എ ഫോറിൻ ട്രേഡ് അസോസിയേഷൻ, ഓപ്ഷൻ ബി ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്, ഓപ്ഷൻ സി ഫിനാൻഷ്യൽ ട്രേഡ് അതോറിറ്റി. ഇതിന്റെ ശരിയായ ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോയുടെ അവസാനം ഇതിന്റെ ഉത്തരം ഞാൻ പറയുന്നതാണ്. ആദ്യമായി ഇന്നത്തെ മാർക്കറ്റിലെ മികച്ച പ്രകടനത്തെക്കുറിച്ച് തന്നെ സംസാരിക്കാം. ആഗോള വിപണിയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യൻ വിപണി ഇന്ന് കരുത്തുകാട്ടി. നിഫ്റ്റി 192 പോയിന്റുകൾ കുതിച്ചുയർന്നപ്പോൾ സെൻസെക്സ് 77,300 എന്ന സുപ്രധാന ലെവൽ ഭേദിച്ച് വ്യാപാരം അവസാനിപ്പിച്ചു. സൺഫാർമ, റിലയൻസ് ഇൻഡസ്ട്രീസ്, ജിയോ ഫിനാൻഷ്യൽ എന്നിവയായിരുന്നു ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ്. ഇനി കോർപ്പറേറ്റ് ലോകത്തുനിന്നും വന്നിട്ടുള്ള ഒരു ഏറ്റെടുക്കൽ വാർത്ത നോക്കാം. ഫാർമ ഭീമനായ സൺഫാർമ അമേരിക്കൻ കമ്പനിയായ ഓർഗാനോണിനെ $1.175 ബില്യൺ, അതായത് ഏകദേശം 9,800 കോടി രൂപയ്ക്ക് സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ്. അമേരിക്കൻ മാർക്കറ്റിൽ സൺഫാർമയുടെ ബിസിനസ് വിപുലീകരിക്കാൻ ഈ വലിയ ഡീൽ സഹായിക്കും. ആഗോളതലത്തിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുന്ന സൺഫാർമയുടെ ഈ നീക്കം ഒരു നല്ല വാർത്തയാണ്. ഇനി ആഗോള സമ്പദ്വ്യവസ്ഥയെ ബാധിക്കുന്ന വളരെ നിർണായകമായ ചില കാര്യങ്ങൾ നോക്കാം. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു എന്ന പോസിറ്റീവ് വാർത്ത ഇന്ന് പുറത്തുവന്നു. ഡിസംബറിൽ അവസാനിച്ച ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ ഔദ്യോഗികമായി ഈ ഡീൽ നിലവിൽ വരുന്നത്. കയറ്റുമതി മേഖലയിലെ കമ്പനികൾക്ക് ഇതൊരു പോസിറ്റീവ് ട്രിഗറാകും. ചർച്ചകൾ നടന്ന സമയത്ത് തന്നെ നമ്മൾ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതിനിടയിൽ എനർജി വിപണിയിൽ നിന്നും വീണ്ടും നെഗറ്റീവ് വാർത്തകളുണ്ട്. അമേരിക്ക-ഇറാൻ സമാധാന ചർച്ചകൾ സ്തംഭിച്ചതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വീണ്ടും കുതിച്ചുയർന്നു. എണ്ണവില ഈ രീതിയിൽ മുന്നോട്ടു പോയാൽ അത് നമ്മുടെ പണപ്പെരുപ്പത്തെ വീണ്ടും ദോഷകരമായി ബാധിച്ചേക്കാം. ഇതോടൊപ്പം ടെക്നോളജി രംഗത്തു നിന്നുള്ള വളരെ ഗൗരവമുള്ള ഒരു മുന്നറിയിപ്പ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നൽകിയിട്ടുണ്ട്. ആന്ത്രോപിക് പുറത്തിറക്കിയ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലായ മിഥോസ് ഒരു യുദ്ധത്തോളം തന്നെ വലിയ ഭീഷണിയാണ് സമ്പദ്വ്യവസ്ഥയ്ക്ക് ഉയർത്തുന്നത് എന്നവർ വ്യക്തമാക്കി. ഈ പുത്തൻ AI സാങ്കേതികവിദ്യകൾ കമ്പനികളുടെ ബിസിനസ് മോഡലുകളെ എപ്രകാരം മാറ്റിമറിക്കുമെന്നത് നിക്ഷേപകർ വളരെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. അവസാനമായി ഇന്ന് പുറത്തുവന്ന Q4 റിസൾട്ടുകൾ നോക്കാം. അൾട്രാടെക് സിമന്റ് നിക്ഷേപകരെ ഞെട്ടിച്ചുകൊണ്ട് എക്കാലത്തെയും വലിയ ഡിവിഡന്റാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കമ്പനിയുടെ ലാഭം 20% വർദ്ധിച്ച് 2,939 കോടി രൂപയായി. ഇതിനൊപ്പം ഒരു ഷെയറിന് 240 രൂപ വീതം, അതായത് 2,400% വരുന്ന വമ്പൻ ഡിവിഡന്റും കമ്പനി പ്രഖ്യാപിച്ചു. സിമന്റ് സെക്ടറിലെ കമ്പനിയുടെ ആധിപത്യമാണ് ഇത് കാണിക്കുന്നത്. അതുപോലെ FMCG സെക്ടറിൽ വരുൺ ബെവറേജസ് തങ്ങളുടെ ലാഭത്തിൽ 20%-ന്റെയും വരുമാനത്തിൽ 18%-ന്റെയും വർധനവ് രേഖപ്പെടുത്തി. നിക്ഷേപകർക്കായി മികച്ചൊരു ഇടക്കാല ലാഭവിഭവവും ഇന്ററിം ഡിവിഡന്റും അവർ നൽകുന്നുണ്ട്. ഓട്ടോമൊബൈൽ IPO രംഗത്തുനിന്നും 2 ചെറിയ അപ്ഡേറ്റുകൾ കൂടിയുണ്ട്. JSW മോട്ടോഴ്സ് ഇന്ത്യയിൽ തങ്ങളുടെ കാറുകൾ പുറത്തിറക്കുന്നതിനു മുൻപായി സ്വന്തമായി ഷോറൂമുകൾ ആരംഭിക്കാൻ പദ്ധതിയിടുന്നു. ഇത് ഇന്ത്യയിലെ EV വിപണിയിൽ വലിയ മത്സരത്തിന് വഴിയൊരുക്കും. അതുപോലെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനിയായ ആക്കോ തങ്ങളുടെ IPO നടപടികൾ വേഗത്തിലാക്കി മർച്ചന്റ് ബാങ്കർമാരെ നിയമിച്ചു. വരും മാസങ്ങളിൽ ഈ IPO പ്രൈമറി മാർക്കറ്റിലേക്കെത്തും. ഇന്നത്തെ പ്രധാന അപ്ഡേറ്റുകൾ ഇവയാണ്. ഇനി ഇന്നത്തെ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. FTA-യുടെ പൂർണ്ണരൂപം ഓപ്ഷൻ ബി ആയ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്നാണ്. ശരിയുത്തരം കമന്റ് ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അൾട്രാടെക് സിമന്റിന്റെ ഈ വമ്പൻ ഡിവിഡന്റ് പ്രഖ്യാപനം നാളെ ഓഹരിയിൽ വലിയൊരു റാലി ഉണ്ടാക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.